നല്ല നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള വിഷയമാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന വിഷയം ആധികാരികമായി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നുള്ള വിഷയം ഒന്ന് കൂടെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് അത് ആവർത്തിച്ച് പഠിച്ചുവെങ്കിൽ മാത്രമേ ഈ വിഷയം നിങ്ങൾക്ക് കുറച്ചുകൂടെ അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന വാക്കിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് ആണ്. നഷ്ടമായ അവസരങ്ങളെയാണ് ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ഓർ ബിസിനസ് മിസ്സസ് ഔട്ട് വെൻ ചൂസിങ് വൺ ആൾട്ടർനേറ്റീവ് ഓവർ അതർ. ഒരു കാര്യത്തിന് പകരം വേറൊരു കാര്യം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നഷ്ടമാകുന്ന ചില അവസരങ്ങളെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ്സിൽ പഠിക്കാം അല്ലേ, പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാം, അല്ല എങ്കിൽ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കാം. പഠിക്കുന്നതിൻ്റെ പിറകെ പോകുമ്പോൾ നിങ്ങൾക്ക് നഷ്ടമാകുന്ന എന്താണ്? ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് കളിക്കാനുള്ള അവസരം നഷ്ടമാകും, ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ കാണാനായിട്ടുള്ള അവസരം നഷ്ടമാകും. അപ്പോൾ ഇങ്ങനെ നഷ്ടമാകുന്ന അവസരങ്ങളെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ ഡെഫിനിഷനകത്ത് കൊടുത്ത് ഇറ്റ് ഈസ് ദി വാല്യൂ ഓഫ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ആക്ടിവിറ്റി. ഒരു കാര്യം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി ലോസ്റ്റ് എന്ന വാക്ക് അല്ലെ, നഷ്ടമാക്കിയ അവസരങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വേണ്ട എന്ന് വെച്ച ഏറ്റവും മനോഹരമായ കാര്യം, ഇതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ് ആൻ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റർ ഓർ ബിസിനസ് മിസ്സസ് ഔട്ട്. നമ്മൾ മിസ്സാക്കുന്ന ഏറ്റവും നല്ല അവസരങ്ങളെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന വാക്കിൽ നിന്ന് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന വാക്കിലേക്ക് വരികയാണ്. ഇപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഇനി മാർജിനൽ എന്ന വാക്ക് വരുമ്പോൾ തന്നെ എപ്പോഴും ഓർത്തണം, മാർജിനൽ എന്ന് പറഞ്ഞാൽ അഡീഷണൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അഡീഷണൽ കോസ്റ്റ് ആണ്. ഒരു കാര്യം കൂടെ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അഡീഷണൽ ചെലവിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ. മാർജിനൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ മാർക്കാണ്. അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ റവന്യൂ ആണ്. ഓക്കെ, അപ്പോൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതാണ് MOC എന്നുള്ള 3 അക്ഷരങ്ങൾ വെച്ച് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് സാക്രിഫൈസ് ഓഫ് അതർ ഗുഡ്സ് ഫോർ പ്രൊഡ്യൂസിങ് വൺ മോർ യൂണിറ്റ് ഓഫ് ദാറ്റ് ഗുഡ്. ഒരു പുതിയ വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ എനിക്ക് നഷ്ടമാക്കി പോകുന്ന മറ്റേ വസ്തുവിൻ്റെ അളവിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന വാക്കുകൊണ്ട് മനസ്സിലാക്കുന്നത്. അപ്പം ഞാൻ ഒരു ടേബിൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാൽ എന്തെന്ന് വ്യക്തമാകും. ഈ ടേബിൾ ഏതായിരുന്നു? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്ത പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ സെയിം ഷെഡ്യൂൾ തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ക്ലോത്ത് ഉണ്ട്, വീറ്റ് ഉണ്ട്. ഒന്നാമത്തെ കോമ്പിനേഷൻ എന്താ നോക്കിയേ? ക്ലോത്ത് 0 ആണ് അല്ലേ, വീറ്റ് എത്രയാണ്? 15 ആണ്. ഓക്കെ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ല. ഓക്കെ, രണ്ടാമത്തെ നോക്കിക്കേ, ക്ലോത്ത് ഞാൻ 0 നിന്ന് 1 ആക്കി വർദ്ധിപ്പിച്ചു. ക്ലോത്തിന്റെ അളവ് ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് എത്ര അളവാണ് വീറ്റ് നഷ്ടപ്പെട്ടതെന്ന് നോക്കിക്കേ. 15 ആയിരുന്ന വീറ്റ് എത്രയായിട്ട് മാറി? 14 ആയിട്ട് മാറി. അപ്പം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാന്ന് നോക്കിക്കേ? 1 ആണ് അല്ലേ. 15 മൈനസ് 14 എന്താ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ക്ലോത്തിന്റെ ഔട്ട്പുട്ട് ഞാൻ കൂട്ടുമ്പോൾ നഷ്ടമാകുന്ന വീറ്റിന്റെ അവസരങ്ങളെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്ലോത്ത് അല്ലെങ്കിൽ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ മറ്റേ വസ്തുവിന്റെ എത്രത്തോളം നഷ്ടമാകുന്നു എന്നതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, 1 നിന്ന് ഞാൻ വീണ്ടും 2 ആക്കി വർദ്ധിപ്പിച്ചു. ഓക്കെ, 1 നിന്ന് ഒന്നുകൂടെ കൂട്ടി ക്ലോത്ത്. അപ്പം പക്ഷേ എൻ്റെ വീറ്റ് എത്ര കുറഞ്ഞെന്ന് നോക്കിക്കേ, 14 നിന്ന് 12 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ എൻ്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്? 14 നിന്ന് 12 കുറയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആയി കുറഞ്ഞപ്പോൾ എത്ര എനിക്ക് നഷ്ടപ്പെട്ടു? 2 ആണ് അല്ലേ. ഇനി അടുത്ത ലൈനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക, ഡിയിലേക്ക് നോക്കിക്കേ. 2 നിന്ന് ഞാൻ വീണ്ടും 3 വർദ്ധിപ്പിച്ചു. 3 വർദ്ധിപ്പിച്ചപ്പോൾ എനിക്ക് നഷ്ടമാക്കിയ അവസരങ്ങൾ അല്ലെങ്കിൽ അളവ് എത്രയാണ്? 12 നിന്ന്
9 കുറഞ്ഞു. അപ്പോൾ എൻ്റെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എത്രയാണ്? നഷ്ടമാക്കിയതിൻ്റെ അളവ് 3. അപ്പോൾ എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദി റേഷ്യോ വിച്ച് ഇസ് ലോസ്റ്റ് ആണ്. എത്രത്തോളം അളവാണ് നിങ്ങൾക്ക് നഷ്ടമായത്? ഒരു പുതിയ വസ്തു അല്ലെങ്കിൽ പുതിയ ക്ലോത്തിന്റെ അളവ് നിങ്ങൾ കൂട്ടുമ്പോൾ, എപ്പോഴും ക്ലോത്ത് ആവണമെന്നില്ല, ഒരു പുതിയ വസ്തു നിങ്ങൾ നിർമ്മിക്കുമ്പോൾ നഷ്ടമാക്കുന്ന അല്ലെങ്കിൽ അവസരങ്ങൾ അല്ലെങ്കിൽ മറ്റേ വസ്തുവിന്റെ അളവിനെ എത്രത്തോളം നഷ്ടമാക്കുന്നതിനെയാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് ക്ലോത്ത് കൂട്ടിയപ്പോഴും നഷ്ടമാകുന്ന വീറ്റിന്റെ അളവ്, അല്ലെങ്കിൽ ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് ഒരു ഗുഡ് കൂട്ടുമ്പോൾ നഷ്ടമാകുന്ന മറ്റേ ഗുഡിന്റെ അളവിനെയാണ് ഞാൻ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കാര്യം നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കി, എന്താണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്? വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. 1, 2, 3, 4, 5 എന്ന ക്രമത്തിൽ നമ്മൾ കൂടുതൽ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധയോടുകൂടി ഇരിക്കണം. അപ്പം ഞാൻ അതിന് ചില കാരണങ്ങളാണ് ഇനി നിരത്താൻ പോകുന്നത്. ആസ് പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ്, വസ്തുവിന്റെ അളവ് കൂട്ടിക്കൂട്ടി വരുമ്പോൾ ഇറ്റ്സ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസസ്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടുന്നതായിട്ട് വരുന്നു അല്ലെങ്കിൽ വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. എന്താണ് കാരണം? ദിസ് ഇസ് ഡ്യൂ ടു സ്പെസിഫിസിറ്റി ഓഫ് റിസോഴ്സസ്. ഇതിനെയാണ് സ്പെസിഫിസിറ്റി ഓഫ് റിസോഴ്സസ് എന്ന് പറയുന്നത്. എന്താണെന്ന് പറയാം, പച്ച മലയാളത്തിൽ പറഞ്ഞു തരാം. ഓരോ മണ്ണും ഓരോ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് അനുയോജ്യമായിട്ടാണുള്ളത്. ഓരോ മണ്ണിനും ഓരോ വസ്തുക്കൾ അനുയോജ്യമായിട്ടായിരിക്കും ഉള്ളത്. ഉദാഹരണം, നമ്മുടെ ഈ മണ്ണ്, ഈ ക്ലോത്തും വീറ്റുമാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. വീറ്റിന് അനുകൂലമായിട്ടുള്ള മണ്ണാണ് നമുക്കുള്ളത്. അപ്പം നമുക്ക് വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ക്ലോത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മൾ വീറ്റ് ഒത്തിരി നഷ്ടമാക്കേണ്ടത് ആയിട്ട് വരുന്നു. അപ്പോൾ അതാണ് എന്ത് സംഭവിക്കുന്നത്? മാർജിനൽ ഓപ്പർച്യൂണിറ്റി ഓഫ് കോസ്റ്റ് എന്ന് പറയുന്നത് വർദ്ധിക്കാനായിട്ടുള്ള കാരണം. അപ്പം ക്ലോത്ത് നമ്മൾ ഓരോ പോയിന്റ് നമ്മൾ ഉൽപ്പാദനം കൂട്ടുമ്പോഴും വീറ്റ് ഒരുപാട് നഷ്ടപ്പെടുത്തിയെങ്കിൽ മാത്രമേ ക്ലോത്തിൽ ഒരല്പമെങ്കിലും കൂടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് സ്പെസിഫിസിറ്റി ഓഫ് റിസോഴ്സസ്. ഓരോ നാടും അല്ലെങ്കിൽ ഓരോ മണ്ണും ഓരോ വിഭവങ്ങൾക്ക് അനുയോജ്യമാണ്. അതല്ലാത്ത സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കൂടുതൽ അളവ് കൈവെടിയേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ അളവ് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ ടേബിളിലും നിങ്ങളോട് പറഞ്ഞത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വർദ്ധിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വർദ്ധിക്കുന്നത് കൊണ്ടാണ്, ആരോടും പറയല്ലേ, ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം, നമ്മുടെ PPCയുടെ കർവ് എങ്ങനെയായിരിക്കും? കോൺകേവ് ഷേപ്ഡായി മാറുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ PPCയുടെ കർവ് നിങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇതായിരുന്നു നിങ്ങളുടെ എക്സ് ആക്സിസ്, വൈ ആക്സിസ്. PPCയുടെ കർവ് കോൺകേവ് ഷേപ്പ് ആണെന്ന് ഞാൻ PPCയുടെ ഗ്രാഫ് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയ സമയത്ത് പറഞ്ഞു തന്നായിരുന്നു. അപ്പം ഈ ഒരു ഷേപ്പ് കിട്ടാനായിട്ടുള്ള കാരണം ഇതാണ്, നിങ്ങളുടെ കോൺകേവ് ഷേപ്പ് അല്ലേ. കോൺകേവ് ഷേപ്പായി വർദ്ധിക്കാനായിട്ടുണ്ടായ അല്ലെങ്കിൽ മാറാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇൻക്രീസിങ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ്. അപ്പം മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വർദ്ധിക്കുന്നത് കാരണം യുവർ PPC കർവ് ബിക്കംസ് കോൺകേവ് ഷേപ്ഡ്. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കോൺസെപ്റ്റ്സ് ഇത്രയേ ഉള്ളൂ. 3-4 കോൺസെപ്റ്റ്സ് ആണ്. ഒന്ന്, വാട്ട് യു മീൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ദ സെക്കൻഡ് തിങ് ഈസ് വാട്ട് ഈസ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താ മാർജിനൽ? ഒരു അഡീഷണൽ വസ്തു ഉൽപ്പാദിപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന മറ്റേ വസ്തുവിന്റെ അളവിനെ സൂചിപ്പിക്കുന്നതാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. കൃത്യമായിട്ടുള്ള ഡെഫിനേഷൻ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പരീക്ഷയിൽ മാർക്കിനനുസരിച്ച് ഡെഫിനിഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ന്യൂമറിക്കൽ എക്സാമ്പിൾ ഈ ഷെഡ്യൂളൊക്കെ വരച്ച് വേണം നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് കാരണം എന്തുകൊണ്ടാണ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസിങ് എന്നതും ഞാൻ ഈ ഒരു സ്ലൈഡിനകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ദിസ് ഇസ് ഡ്യൂ ടു സ്പെസിഫിസിറ്റി ഓഫ് റിസോഴ്സസ് എന്നുള്ള ഒരു ആശയം കൂടെ നിങ്ങളോട് പങ്കുവച്ചു. താങ്ക് യു സോ മച്ച്.